ഏകദേശം 80-90 വർഷം പഴക്കമുള്ളൊരു പ്ലാവാണിത്. കഴിഞ്ഞ മഴയ്ക്ക് നല്ലൊരു ഇടി കൊണ്ടു. അതിനുശേഷം പ്ലാവണ്ട് ഉണങ്ങാൻ തുടങ്ങി. ഒരുപാട് ആൾക്കാർ വന്നിട്ട് കൊടുക്കണ്ടോ എന്ന് ചോദിച്ച പ്ലാവാണിത്. അപ്പോഴൊന്നും നമ്മൾ കൊടുത്തില്ല. ഇപ്പോൾ അതാ ഒരു ഇടി അങ്ങോട്ട് വെട്ടി പ്ലാവ് മൊത്തത്തിൽ അങ്ങോട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ആ ഒരു പ്ലാവിനെ മുറിച്ച് തള്ളിയിടാൻ പോവുകയാണെന്ന്. അപ്പോൾ ഇതിപ്പോൾ വിറ്റാലും വില കിട്ടില്ല, കാരണം ഇടി വെട്ടി ഉണങ്ങിപ്പോയതല്ലേ. ഇതിൻ്റെ ഒരു വണ്ണം കണ്ടില്ലേ, രണ്ടാൾക്കാർ ഒരുമിച്ച് പിടിച്ചാൽ ഒതുങ്ങാത്ത വണ്ണാണ്. അത്രയും നല്ലൊരു പ്ലാവായിരുന്നു. അതുപോലെ തന്നെ നല്ല മൂപ്പുണ്ട്, നല്ല കാതലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് മുറിക്കണത് കണ്ടു നോക്കാം. ടിപ്പു സുൽത്താൻ പടയോട്ടം നടത്തിയ സ്ഥലമാണ്. മൂപ്പര് ഇങ്ങനെയല്ലേ ഓരോ പ്ലാവിന്റെ മറ്റൊക്കെയല്ലേ നിധിയാക്കല്. അടയാളം വെച്ച പ്ലാവുമാവും വേണേലിത്. ആ ആ
നല്ല കളറാ. പോട്ടെ 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 പോട്ടെ, ഞാൻ പറയാം. പോറുണ്ട്, പോട്ടെ 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 പോയിക്കോട്ടെ പോയിക്കോട്ടെ പോട്ടെ പോയിക്കോട്ടെ പോയിക്കോട്ടെ പോയിക്കോട്ടെ. ആവുമ്പോ പറയാം പോട്ടെ. വണ്ടിമേക്ക് എങ്ങനെ എത്തൂല. മുന്നിക്ക് അങ്ങനെ ക്ലച്ച് അങ്ങനെ നിർത്തിക്കളി. മുന്നിക്കോട്ടോളി പോട്ടെ പോട്ടെ, മെല്ലെ പോട്ടെ മെല്ലെ പോട്ടെ. ആ കംപ്ലീറ്റ് കാടായിക്കണ്. കാട് വട്ടം വിളിച്ചാൽ എന്തായാലും 4000 ഉറുപ്പ്യ വരും. അപ്പോൾ നമുക്ക് ജീപ്പ് വെച്ചൊന്ന് പൂട്ടി വെക്കാം. കണ്ടില്ലേ, ജീപ്പിൻ്റെ ബോണറ്റിൻ്റെ ഹൈറ്റിലാണ് അവിടെ കാട്. എന്താവും അവസ്ഥ എന്നൊന്ന് നോക്കി വരാം. അവിടെ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നു. ആ കിണർ എവിടെയാണോ? കിണറൊന്നും കാണില്ല. ആ കിണർ അവിടെയാണ്.
നല്ല കാതിലുള്ള പ്ലാവാട്ടോ, കണ്ടില്ലേ എന്താ കാതിൽ. ഇടി വെട്ടിയിട്ടില്ലെങ്കിൽ പരണ പൈസ നമുക്ക് ഈ ഒരു മരത്തിന് കിട്ടിയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.